കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്ത് തീപിടുത്തമുണ്ടായ ആപ്പിൾ റെസിഡൻസി ഹോട്ടലിന് മുന്നിൽ നിന്നിപ്പോൾ അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു കാറും 5 ബൈക്കുകളുമാണ് കത്തി നശിച്ചത്. ഇന്നലെ ഞാൻ ഇവിടെ ഡ്യൂട്ടി ഇരിക്കായിരുന്നു. താഴത്ത് നിന്ന് കയറി വന്നിട്ടാണ് വിവരം പറഞ്ഞത്. അപ്പോൾ ഒരു താഴത്തേക്ക് ഇറങ്ങി വെള്ളം കോരി വെച്ചിട്ടും നിന്നില്ല. അത് കഴിഞ്ഞ ശേഷം ഫയർഫോഴ്സിനെ വിളിച്ചു. അവർ വന്നു. അവർ വന്നതിന് ശേഷമാണ് ഇത് ഇതായത്. ആദ്യം മറ്റേ ഇതിനെ ബൈക്ക് സ്കൂട്ടിക്ക് തീ പിടിച്ചത്. അതിനുശേഷം കാറിന് പിടിച്ചു. പിന്നെ പൊട്ടിലായപ്പോൾ ഞങ്ങൾ നീങ്ങി പോന്നു. പിന്നെ പൊട്ടലുണ്ടായിരുന്നു. ഏതെന്നറിയില്ല, മൊത്തം തീയും പൊട്ടലിലായിരുന്നു. അതിനവിടെ അടക്കാൻ പറ്റില്ല. 140 റൂമുണ്ട്. ഡ്യൂട്ടി പോകുന്നവരും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നവരും എല്ലാവരുണ്ട്. തീപിടുത്ത സമയത്ത് അപ്പാർട്ട്മെന്റിലെ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചില്ല. എമർജൻസി എക്സിറ്റ് ഡോറുകൾ പൂട്ടിയ നിലയിലായിരുന്നുവെന്നും ഫയർഫോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. അശ്വിൻ, അപ്പോൾ ഈ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആ കെട്ടിടത്തിൽ അത് വേണ്ടവിധം പ്രവർത്തിച്ചില്ല എന്നാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വിൻ? ഉന്മേഷ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് തീപിടുത്തം ഏറ്റവും ഗുരുതരമായി ബാധിച്ച ആ കെട്ടിടത്തിന്റെ 4ാം നിലയിലാണ്. ഇത് എയർപോർട്ടിനോട് വളരെ ചേർന്നാണ്. ആ കാണുന്ന പാലത്തിനപ്പുറമാണ് എയർപോർട്ടിന്റെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ റൺവേ ഉള്ളത്. അതിനോടത്രയും ചേർന്നാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇത് 4ാം നിലയിൽ ഏറ്റവും ഗുരുതരമായ രീതിയിൽ ഏറ്റവും വലിയ തോതിൽ തീ അടിയിൽ നിന്ന് ബേസ്മെന്റ് പാർക്കിൽ നിന്ന് പടർന്നത് ഈ നിലയിലേക്കാണ്. ഇവിടെ നിന്ന് സീലിംഗ് അടക്കം അടർന്നു വീഴുകയും വലിയ തോതിൽ ഈ നിലയിലേക്ക് പുക പടരുകയും ചെയ്തു. എന്നിട്ട് പോലും ഇവിടുത്തെ സ്മോക്ക് ഡിറ്റക്ടർ സംവിധാനം പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. ഒപ്പം നമുക്ക് മുകളിൽ കാണാവുന്നതുപോലെ വാട്ടർ സ്പ്രിംഗ്ലറുകളൊക്കെ ഉണ്ട്. അതൊന്നും ഈ കൃത്യസമയത്ത് പ്രവർത്തിച്ചില്ല. 4ാം നിലയിൽ 1-2 എണ്ണം മാത്രമാണ് പ്രവർത്തിച്ചത്. ബാക്കി 2 നിലകളിൽ മാത്രം ഒന്നും പ്രവർത്തിച്ചില്ല. അതായത് ഈ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായാൽ അത് മറികടക്കാനുള്ള ഒരു സംവിധാനവും ഈ കെട്ടിടത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു സംഭവം. അതിൽ ഫയർഫോഴ്സിന്റെ പരിശോധന അല്പസമയത്തിനുള്ളിൽ നടക്കും. ഇപ്പോൾ ഈ 4ാം നിലയിൽ താമസിക്കുന്ന യുവാക്കൾ നമുക്കൊപ്പമുണ്ട്. ഇന്നലെ എപ്പോഴാണ് ഈ സംഭവം നിങ്ങൾ അറിയുന്നത്? ആക്ച്വലി ഞങ്ങൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഈ പെട്ടെന്ന് ആൾക്കാർ ഡോറ് വന്ന് കൊട്ടാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ആദ്യം നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് അറിയത്തില്ല. പെട്ടെന്ന് പുകയൊക്കെ കണ്ട്, കാരണം ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റേറിൽ നിന്നായിരുന്നു പുക വരുന്നത്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കിനാണ് പറഞ്ഞ് തീപിടുത്തം ഉണ്ടായി, ഇതേപോലെ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫ്ലോർ ഉള്ളവരാണ് ഇൻഫോം ചെയ്തത്. എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ല, ജസ്റ്റ് കുട്ടി വന്ന് ഇറങ്ങിക്കോന്ന് പറഞ്ഞു. പെട്ടെന്ന് എങ്ങനെയാണ് ഇവിടെ ഓടി രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചത്? ആക്ച്വലി ഞങ്ങൾ ഈ സൈഡ് വന്നു. ഈ ഒരു ഡോറ് വന്നപ്പോൾ ലോക്ക്ഡ് ആയിരുന്നു. ആക്ച്വലി ഇത് എമർജൻസി ഡോർ ആണല്ലോ. അതെ. പക്ഷെ ഇതെന്ന് വെച്ചാൽ സേഫ്റ്റി പർപ്പസിന് വേണ്ടി ക്ലോസ് ചെയ്തിടാറുണ്ട്. പക്ഷെ എന്തായാലും ഇതിന്റെ ആക്സസ് ഞങ്ങൾക്കില്ല. അപ്പൊ ഞങ്ങൾ ഇവിടോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഇത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ആ സെന്റർ കഴിഞ്ഞിട്ട് നേരെ പോകണം. അതെന്ന് വെച്ചിട്ട് പോകേണ്ടി യാത്ര ചെയ്യേണ്ടി അതിനോടകം തന്നെ പുക പടർന്നിരുന്നു. അപ്പോൾ അത്യാവശ്യം ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു രീതിയിൽ മാനേജ് ചെയ്തു. അപ്പോഴത്തേനും ഇത്ര അഡ്വേഴ്സ് ആയില്ലായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും സ്മോക്ക് വന്നത്. കാരണം ലിഫ്റ്റ് തീ പിടിച്ച് ആ ഒരു സീൻ ആയപ്പോഴത്തേനും ഇത്രയും പുക വന്നത്. അതിന് മുമ്പേ തന്നെ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റി. അതാണ് ഏറ്റവും വലിയൊരു കാര്യമായത്. ഉന്മേഷ്, എന്തായാലും രാത്രി 11:30 ഉണ്ടായതുകൊണ്ട് തന്നെ ആളുകൾക്ക് വേഗം അവിടുന്ന് മാറാനായി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇവർ പറയുന്ന എമർജൻസി ഡോർ, തീപിടുത്തമോ മറ്റ് അപകടങ്ങളോ ഉണ്ടായാൽ എത്രയും വേഗം ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള എമർജൻസി ഡോറാണിത്. പക്ഷേ ഇത് ഈ ഫ്ളാറ്റിലെ മറ്റ് സേഫ്റ്റി സാഹചര്യങ്ങൾ, അതായത് പുറത്തുനിന്ന് ആളുകളൊക്കെ കയറാതിരിക്കാൻ വേണ്ടി ഇത് പൂർണ്ണ സമയം ലോക്കാക്കിയിടുന്നു, ഇവിടെ ഇങ്ങനെ പൂട്ടിയിടുന്നു എന്നുള്ളതാണ് ഇവിടെ താമസിക്കുന്നവരും ഫയർഫോഴ്സും ഒക്കെ പറയുന്നത്. ഇതിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ് എന്നുള്ള കാര്യത്തിൽ പോലും ആർക്കും വ്യക്തതയില്ല. പക്ഷേ തീ വലുതായി പടരുന്നതിന് മുൻപ് തന്നെ മറ്റ് പ്രധാന വഴി തന്നെ ഇവർക്ക് രക്ഷപ്പെടാനായതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. എന്തായാലും ഇവിടുത്തെ ഈ അനാസ്ഥയടക്കം ഫയർഫോഴ്സ് പരിശോധിക്കേണ്ടതുണ്ട്. സേഫ്റ്റി ലൈസൻസ് അടക്കമുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ, ഫയർ സേഫ്റ്റി ലൈസൻസ് അടക്കമുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തമായ പരിശോധന ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നതിന് മുമ്പ് രക്ഷപ്പെടാനായി എന്നുള്ളതാണ് ആശ്വാസം.